السلام عليكم ورحمة الله تعالى وبركاته. الحمد لله ذي الجلال والإكرام، والصلاة والسلام على سيد الأنام وعلى آله وأصحابه الكرام. أما بعد. ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സ്നേഹവത്സരരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, സൂഫിസം ഇന്ത്യ മഹാരാജ്യത്തിന് നൽകിയ സംഭാവന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണല്ലോ ഇവിടുത്തെ സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്വിഷയകമായി നേരത്തെ വിഷയം അവതരിച്ചിരിക്കവേ കാര്യമായി വിഷയസംബന്ധിയായി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പൊതുവെ സൂഫികൾ എന്ന് പറഞ്ഞാൽ ആളുകൾ പൊതുവെ മനസ്സിലാക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പർണശാലകളിൽ, ഖാൻഗാഹുകളിൽ, മസ്ജിദുകളിൽ തസ്ബീഹ് മാല മറിച്ചുകൊണ്ട് ആരാധനാക്രമങ്ങളിൽ മുഴുകുന്ന കേവല ഭക്തന്മാർ മാത്രമായിട്ടാണ് പലപ്പോഴും ജനം മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സൂഫി എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ പരിവർത്തനങ്ങൾക്ക്, വലിയ സാംസ്കാരികമായ വിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിച്ചവരാണ് സൂഫികൾ. സൂഫികൾ അവരുടെ വിപ്ലവം കേവലം ഉപരി വിപ്ലവമായി, പ്രകടനപരമായി ഒരു വിപ്ലവവും സൂഫികൾ നടത്താറില്ല. അവർ നിശബ്ദമായി ഒഴുകുന്ന പുഴ പോലെ വലിയ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുന്നവരാണ് മഹാരഥന്മാരാകുന്ന സൂഫികൾ. ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ നാമധേയത്തിലാണല്ലോ ഇവിടെ ഉറൂസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് ചിശ്തി തുരീഖത്തും ആ തുരീഖത്തിന്റെ താവഴിയിലൂടെ കടന്നു വന്നിട്ടുള്ള മഹാരഥന്മാരാകുന്ന സൂഫികളും നൽകിയ സംഭാവന ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിന്റെ പരിസരത്ത് നിന്ന് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും: സാമ്രാജ്യത്വ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിനെ ഈ കേരളക്കരക്ക് സംഭാവന ചെയ്തു എന്ന്. കാരണം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ചിശ്തി തുരീഖത്തിന്റെ വക്താവായിരുന്നു. ഖാദിരിയ തുരീഖത്ത് ചേർക്കപ്പെടുന്ന അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ഇന്ത്യ രാജ്യത്തിനും കേരളത്തിനും എന്ത് സംഭാവന നൽകിയെന്ന് ചോദിച്ചാൽ ആ ഖാദിരിയ തുരീഖത്ത് ഇന്ത്യ രാജ്യത്തിനും കേരളത്തിനും നൽകിയ സംഭാവന അധിനിവേശ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിനെ സംഭാവന ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം മഖ്ദൂം ഖാദിരിയ തുരീഖത്തിന്റെ വക്താവായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ആ ചരിത്രം കടന്നു വരുന്നത്. 1 പോർച്ചുഗീസിന്റെ അധിനിവേശം, 2 ശിപായി ലഹള, 3 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം. ഈ 3 ഘട്ടങ്ങളിലൂടെയുള്ള ചരിത്ര വായന നാം വായിക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞ പോർച്ചുഗീസുകാരോടുള്ള അധിനിവേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പലപ്പോഴും പലരും പറയപ്പെടാറില്ല. ആദ്യമായിട്ട് പോർച്ചുഗീസ് പറങ്കിപ്പടയാളികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് വൈദേശികാധിപത്യത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ അവർക്കെതിരെ ധീരോദാത്തമായ പോരാട്ടത്തിന് ആഹ്വാനം നടത്തിയത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളായിരുന്നു. അദ്ദേഹം തഹ്രീൽ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥം, കാവ്യരചന രചിച്ചു ലോകത്തോട് പറഞ്ഞു: ഈ പറങ്കിപ്പടയാളികളോട് പോരാട്ടം നടത്തണം. ആ പറങ്കിപ്പടയാളികളോട് പോരാട്ടം നടത്താൻ മുൻനിരയിൽ നേതൃത്വം വഹിച്ച മരക്കാർമാർ ആരായിരുന്നെന്ന് അറിയുമോ? മരക്കാർമാർ മഹാരഥന്മാരാകുന്ന കുഞ്ഞാലി മരക്കാർമാർ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഖാദിരിയ ചിശ്തിയ തുരീഖത്തിന്റെ വക്താക്കളും ശിഷ്യന്മാരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നവരാണ് മരക്കാർമാർ. മരക്കാർ എന്ന് പറഞ്ഞാൽ മരക്കാളം എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്ന് ഉപോൽപ്പന്നമായി എടുക്കപ്പെട്ടിട്ടുള്ളതാണ്. മരക്കാളം എന്ന് പറഞ്ഞാൽ പായ്ക്കപ്പൽ, വഞ്ചി എന്നൊക്കെയാണ്. അഥവാ മരക്കാർ എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ ഉടമകൾ എന്നാണ്. നാവികസേന കേരളത്തിൽ രൂപീകരിച്ച് പറങ്കിപ്പടയാളികളോട് പോരാട്ടം നടത്താൻ സാമൂതിരിയുടെ നായർ പടക്ക് സാധിച്ചില്ല. കാരണം മതപരമായി സമുദ്രത്തിൽ ഇറങ്ങി നായർ പടക്ക് യുദ്ധം ചെയ്യുക എന്നത് മതപരമായി അവർക്ക് വല്ലാത്ത പ്രയാസവും മതപരമായി
വലിയ ന്യൂനതകളും ഉള്ള കാര്യമായതുകൊണ്ട് നായർ പടയാളികളെ കൊണ്ട് സാമുദ്രിക് പോർച്ചുഗീസ് നാവിക പടയോട് പോരാട്ടം നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ പള്ളികളിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന, ആത്മീയ വ്യവഹാരം നടത്തിക്കൊണ്ടിരുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആത്മീയ ശിഷ്യഗണങ്ങളായിട്ടുള്ള കുഞ്ഞാലി മരക്കാർമാർ രംഗത്തിറങ്ങുകയും കുഞ്ഞാലി മരക്കാർമാർ നാവിക പടയാളികളായി രൂപപ്പെടുകയും പോർച്ചുഗീസ് പട്ടാളത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിന് സൂഫികൾ നൽകിയ ഏറ്റവും വലിയ സംഭാവന സാമ്രാജ്യത്വ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കുഞ്ഞാലി മരക്കാർമാരെ ലോകത്തിന് സമൂഹത്തിന് സമ്മാനിച്ചു എന്നതാണ്. അപ്രകാരം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല രചിച്ചത് കോഴിക്കോട് കാളിയാണ്. കോഴിക്കോട് കാളി മുഹിയുദ്ദീൻ മാല രചിച്ചതിന്റെ പശ്ചാത്തലത്തിന്റെയും ആ മുഹിയുദ്ദീൻ മാല ജനസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതിന്റെയും തിക്തഫലം എന്താണെന്ന് പറയണമെങ്കിൽ, മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ, മമ്പുറം തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയ തങ്ങളെ നാടുകടത്തിയതിനുള്ള പ്രതികാരം തീർക്കാൻ മാപ്പിളമാർ മിസ്റ്റർ കനോലിയെ വധിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന രംഗം മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: മുഹിയുദ്ദീൻ മാലയുടെ ഈരടികൾക്കിടയിൽ, കുന്തിരിക്കത്തിന്റെയും സാമ്പ്രാണിയുടെയും പുകപടലങ്ങൾക്കിടയിൽ മാപ്പിള പോരാളികൾ പരസ്പരം വാളുകൾ കൈമാറി മിസ്റ്റർ ഖനോലി കലക്ടറിനെ വധിക്കുവാൻ പോയി എന്നാണ് മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹിയുദ്ദീൻ മാല എന്ത് സ്വാധീനമാണ് ഈ കേരളത്തിൽ നടത്തിയതെന്ന് ചോദിച്ചാൽ, അറബി മലയാളവും മുഹിയുദ്ദീൻ മാലയും തുഞ്ചത്ത് രാമാനുജൻ ആധ്യാത്മിക രാമായണം രേഖപ്പെടുത്തുന്നതിന്റെ 5 വർഷങ്ങൾക്ക് മുന്നേ അറബി മലയാളത്തിൽ വിഖ്യാതമായിട്ടുള്ള മുഹിയുദ്ദീൻ മാല രചിക്കുകയും ആ മുഹിയുദ്ദീൻ മാല ഇവിടെയുള്ള മാപ്പിള പോരാളികൾക്ക്, പറങ്കി പടയാളികളോടും പോർച്ചുഗീസ് പടയാളികളോടും ബ്രിട്ടനോടും സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളോടും പോരാടാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ ബലം നൽകി എന്നതാണ്. സൂഫികൾ നൽകിയ മറ്റൊരു സന്ദേശം, സൂഫികൾ ഈ ലോകത്തിൽ മാനവികത പഠിപ്പിച്ചു. ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിന്റെ വാളിന്റെ മൂർച്ച കൊണ്ടോ മുഗളന്മാരുടെ അധികാരത്തിന്റെ ദണ്ടുകൊണ്ടോ ആയിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിനെ പോലെ, തോമസ് അർണോൾഡിനെ പോലെയുള്ള ഹിസ്റ്റോറിയന്മാർ പറയുന്നത് സൂഫിസമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിനെ ഇത്രമേൽ വളർത്തിയത്. കാരണം കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തിലും തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വവും തീണ്ടുകൂടായ്മയും പരസ്പരം കണ്ടാൽ പോലും അയിത്തം കൽപ്പിക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഇസ്ലാമിനെ സൂഫികൾ പഠിപ്പിച്ചപ്പോൾ ചേർത്ത് നിർത്തുന്ന അവരുടെ പർണശാലകളിൽ, അവരുടെ ഖാൻഗാഹുകളിൽ ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യന്മാരെ ചേർത്ത് നിർത്തുന്ന ഇസ്ലാമിക മാനവിക മൂല്യം കണ്ടിട്ടാണ്, സൂഫികളിലൂടെയാണ് ഇസ്ലാം കേരളത്തിലും ഇന്ത്യയിലും സർവശക്തമായ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടാൻ കാരണമായത്. ജാതിഭേദം എല്ലാ അർത്ഥത്തിലും മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്ന മാനവിക മൂല്യം ലോകത്ത് പഠിപ്പിച്ചു സൂഫികൾ. മഹാനായ നിസാമുദ്ദീൻ ഔലിയെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഡൽഹിയുടെ മരം കൊച്ചുന്ന തണുപ്പിൽ ഒരു കൊച്ചു റാന്തലുമായിട്ട് മഹാനായ നിസാമുദ്ദീൻ ഔലിയ പാവപ്പെട്ടവന്റെ വായിലേക്ക് റൊട്ടിക്കഷ്ണം കൊണ്ടുപോയി കൊടുത്ത മാനവികതയുടെ വശപ്പിന്റെ മാനവികത ലോകത്ത് പഠിപ്പിച്ചു സൂഫിയായ മഹാനായ നിസാമുദ്ദീൻ ഔലിയ. ആ നിസാമുദ്ദീൻ ഔലിയയുടെ പേരിലാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ് ഇന്നും വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂഫികൾ കേരളത്തിൽ, ഇന്ത്യയിൽ എന്ത് സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്കും മാനവികതകൾക്കും മാനുഷിക സൗഹാർദ്ദങ്ങൾക്കും മനുഷ്യത്വത്തിനും തുല്യതയില്ലാത്ത സംഭാവനകൾ നൽകി സൂഫികൾ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടകർക്ക്, ഈ പരിപാടി നടക്കുന്ന ഈ മനോഹരമായ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ഹൃദയാശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.